ഒന്ന് ദിനവൃത്താന്തം 7-ാം അധ്യായം. ഇസ്സാഖാരിൻ്റെ പുത്രന്മാർ തോല, പൂവ, യാശൂബ്, ഷിമ്രോൻ ഇങ്ങനെ 4 പേർ. തോലയുടെ പുത്രന്മാർ ഉസ്സി, രഫയാവ്, യെരിയേൽ, യഹ്മായി, ഇബ്സാം, ഷെമുവേൽ എന്നിവർ. അവരുടെ പിതാവായ തോലയുടെ ഭവനത്തിന് തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമശാലികളുമായിരുന്നു. അവരുടെ സംഖ്യ ദാവീദിൻ്റെ കാലത്ത് 22,600. ഉസ്സിയുടെ പുത്രന്മാർ ഇസ്രഹ്യാവ്, ഇസ്രഹ്യാവിൻ്റെ പുത്രന്മാർ മീകായേൽ, ഒബദ്യാവ്, യോവേൽ, ഇഷ്യാവ് ഇങ്ങനെ 5 പേർ. ഇവർ എല്ലാവരും തലവന്മാരായിരുന്നു. അവരോടുകൂടെ അവരുടെ വംശാവലി പ്രകാരം കുടുംബമായി സൈന്യഗണങ്ങളായി 66,000 പേരുണ്ടായിരുന്നു. അവർക്ക് അനേക ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു. അവരുടെ സഹോദരന്മാരായി ഇസ്സാഖാർ കുലങ്ങളിലൊക്കെയും വംശാവലി പ്രകാരം എണ്ണപ്പെട്ട പരാക്രമശാലികളാകെ 87,000 പേർ. ബെന്യാമീന്യർ ബേല, ബേക്കർ, യദിയയേൽ ഇങ്ങനെ 3 പേർ. ബേലയുടെ പുത്രന്മാർ എസ്ബോൻ, ഉസ്സിയേൽ, എരിമോത്ത്, ഈരി ഇങ്ങനെ 5 പേർ. തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പരാക്രമശാലികളുമായി വംശാവലി പ്രകാരം എണ്ണപ്പെട്ടവർ 22,034 പേർ. ബേഗറിൻ്റെ പുത്രന്മാർ സെമീര, യോവാഷ്, എലിയേസർ, എല്യവനായി, ഒമ്രി, യെരമോത്ത്, അബിയാവ്, അനാദോത്ത്, ആലമേത്ത് ഇവരെല്ലാവരും ബേഗറിൻ്റെ പുത്രന്മാർ. വംശാവലി പ്രകാരം തലമുറയായി അവരുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായി എണ്ണപ്പെട്ട പരാക്രമശാലികൾ 20,200 പേർ. യദിയയേലിൻ്റെ പുത്രന്മാർ ബിൽഹാൻ, ബിൽഹാൻ്റെ പുത്രന്മാർ യവൂഷ്, ബെന്യാമീൻ, ഏഹൂദ്, കെനയന, സേദാൻ, തർശീഷ്, അഹിഷാഫർ ഇവരെല്ലാവരും യദിയയേലിൻ്റെ പുത്രന്മാർ. പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പരാക്രമശാലികളുമായി യുദ്ധത്തിന് പുറപ്പെടുവാൻ തക്ക പടച്ചേവകർ 17,200 പേർ. ഈരിൻ്റെ പുത്രന്മാർ ഷുപ്പീം, ഹുപ്പീം. ഹഖേരിൻ്റെ പുത്രന്മാർ ഹുഷീം. നഫ്താലിയുടെ പുത്രന്മാർ എക്സിയേൽ, ഗൂനി, യേസർ, ഷല്ലൂം. ബിൽഹയുടെ പുത്രന്മാർ മനുഷ്യയുടെ പുത്രന്മാർ അവൻ്റെ വെപ്പാട്ടി അരാമ്യ സ്ത്രീ പ്രസവിച്ച അസ്രിയേൽ. അവൾ ഗിലെയാദിൻ്റെ പിതാവായ മാഗീരിനെയും പ്രസവിച്ചു. എന്നാൽ മാഗീർ ഹുപ്പീമിൻ്റെയും ഷുപ്പീമിൻ്റെയും സഹോദരിയെ ഭാര്യയായി പരിഗ്രഹിച്ചു. അവരുടെ സഹോദരിയുടെ പേർ മയക എന്നായിരുന്നു. രണ്ടാമൻ്റെ പേർ ശെലോഫെഹാദ് എന്നായിരുന്നു. ശെലോഫെഹാദിന് പുത്രിമാർ ഉണ്ടായിരുന്നു. മാഗീരിൻ്റെ ഭാര്യ മയക ഒരു മകനെ പ്രസവിച്ചു. അവന് പേരശ് എന്നു പേർ വിളിച്ചു. അവൻ്റെ സഹോദരന് രേഷരസ് എന്നു പേർ. അവൻ്റെ പുത്രന്മാർ ഊലാമും രക്കേമുമായിരുന്നു. ഊലാമിൻ്റെ പുത്രന്മാർ ബെദാൻ. ഇവർ മനുഷ്യയുടെ മകനായ മാഗീരിൻ്റെ മകനായ ഗിലെയാദിൻ്റെ പുത്രന്മാരായിരുന്നു. അവൻ്റെ സഹോദരിയായ ഹമ്മലഗത്ത്, ഈഷ്ഹോദ്, അബിയസർ, മഹ്ള എന്നിവരെ പ്രസവിച്ചു. ഷെമീദയുടെ പുത്രന്മാർ അഹിയാൻ, ഷേഗം, ലിക്കഹി, അനിയാം. എഫ്രൈമിൻ്റെ പുത്രന്മാർ ഷൂദേലഹ്, അവൻ്റെ മകൻ ബേരദ്, അവൻ്റെ മകൻ തഹത്ത്, അവൻ്റെ മകൻ ഏലാദ, അവൻ്റെ മകൻ തഹത്ത്, അവൻ്റെ മകൻ സബാദ്, അവൻ്റെ മകൻ ഷൂദേലഹ്, ഏസർ, ഏലാദ. ഇവർ ആ ദേശവാസികളായ ഗത്യരുടെ കന്നുകാലികളെ അപഹരിപ്പാൻ ചെന്നതുകൊണ്ട് അവർ അവരെ കൊന്നുകളഞ്ഞു. അവരുടെ പിതാവായ എഫ്രയീം ഏറിയ നാൾ വിലപിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ സഹോദരന്മാർ അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു. പിന്നെ അവൻ തൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. തൻ്റെ ഭവനത്തിന് അനർത്ഥം ഭവിച്ചതുകൊണ്ട് അവന് ബെരിയാവെന്ന് പേർ വിളിച്ചു. അവൻ്റെ മകൾ ഷെയര. അവൾ താഴത്തെയും മേലത്തെയും ബേത്ത്ഹോരോനും ഉസ്സേൻ ഷേരയും പണിതു. അവൻ്റെ മകൻ രേഫകും രേഷഫും. അവൻ്റെ മകൻ തേലഗ്, അവൻ്റെ മകൻ തഹൻ, അവൻ്റെ മകൻ ലദാൻ, അവൻ്റെ മകൻ അമ്മിഹൂദ്, അവൻ്റെ മകൻ ഏലിഷാമ, അവൻ്റെ മകൻ നൂൻ, അവൻ്റെ മകൻ യഹോശുവ. അവരുടെ അവകാശങ്ങളും വാസസ്ഥലങ്ങളും എന്നാൽ ബെഥേലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, കിഴക്കോട്ട് നയരാനും, പടിഞ്ഞാറോട്ട് ഗേസരും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, ഗസയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും വരെയുള്ള ഷേഗേമും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, മനുഷ്യരുടെ ദേശത്തിനരികെ ബേത്ത് ഷെയാനും അതിൻ്റെ ഗ്രാമങ്ങളും, താനാക്കും അതിൻ്റെ ഗ്രാമങ്ങളും, മെഗിദ്ദോവും അതിൻ്റെ ഗ്രാമങ്ങളും, ദോരും അതിൻ്റെ ഗ്രാമങ്ങളും. അവയിൽ ഇസ്രായേലിൻ്റെ മകനായ യോസഫിൻ്റെ പുത്രന്മാർ പാർത്തു. ആശേരിൻ്റെ പുത്രന്മാർ ഇമ്ന, ഇഷ്വ, ഇഷി, ബെരിയാവ്. ഇവരുടെ സഹോദരി സേരഹ്. ബെരിയാവിൻ്റെ പുത്രന്മാർ ഹേബർ, ബിർസയിത്തിൻ്റെ അപ്പനായ മൽക്കിയേൽ. ഹേബർ യഫ്ലത്തിനെയും ഷേമെരിനെയും ഹോദാമിനെയും
അവരുടെ സഹോദരിയായ ശൂവയെയും ജനിപ്പിച്ചു. എഫ്ലത്തിൻ്റെ പുത്രന്മാർ പാസാക്ക്, ബിംഹാൽ, അശ്വാത്ത്. ഇവർ എഫ്ലത്തിൻ്റെ പുത്രന്മാർ. ഷേമെരിൻ്റെ പുത്രന്മാർ അഹി, രൊഹ്ഗ, യഹുബ, അരാം. അവൻ്റെ സഹോദരനായ ഹേലേമിൻ്റെ പുത്രന്മാർ സോഫഹ്, യിമ്ന, ഷേലഷ്, ആമാൽ. സോഫഹിൻ്റെ പുത്രന്മാർ സൂഹ, ഹർനെഫർ, ഷൂവാൽ, ബേരി, ഇമ്ര, ബേസർ, ഹോദ്, ഷമ്മ, ഷിൽഷ, ഇദ്രാൻ, ബയര. യദേറിൻ്റെ പുത്രന്മാർ യഫുന്നെ, പിസ്പ, അര. ഉല്ലയുടെ പുത്രന്മാർ ആരഹ്, ഹന്നിയേൽ, രിസ്യ. ഇവർ എല്ലാവരും ആശേരിൻ്റെ പുത്രന്മാരായി പൃഥുഭവനങ്ങൾക്ക് തലവന്മാരും ശ്രേഷ്ഠന്മാരും പരാക്രമശാലികളും പ്രഭുക്കന്മാരിൽ പ്രധാനികളുമായിരുന്നു. വംശാവലി പ്രകാരം യുദ്ധസേവയ്ക്ക് പ്രാപ്തന്മാരായി എണ്ണപ്പെട്ടവരുടെ സംഖ്യ 26,000 തന്നെ.